ഹലോ ക്രിയേറ്റേഴ്സ്, വെൽക്കം ടു ഡെസ്ക് മേക്ക് ഓവർ സീരീസ് പാർട്ട് 16. ഇന്ന് നമ്മളൊരു നവംബർ കലണ്ടറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നീട് അതിലേക്ക് നമുക്ക് കലണ്ടറിൻ്റെ ആ ഒരു ഗ്രിഡ്സ് വരച്ചു കൊടുക്കാം കേട്ടോ പെൻസിൽ വെച്ചിട്ട്. ആൽക്കഹോൾ മാർക്കറിന് 3 കളേഴ്സാണ് കേട്ടോ ഇതിന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ട് കള്ളികളിൽ ഓരോന്നായിട്ട് ഞാൻ അടിച്ചു കൊടുക്കണം. ആദ്യം സാൽമൺ പിങ്ക് യൂസ് ചെയ്തു. നെക്സ്റ്റ് കള്ളിയിൽ ഫ്രൂട്ട് പിങ്കും അത് കഴിഞ്ഞിട്ടുള്ള കള്ളിയിൽ പെയിൽ പിങ്കും ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഒരു ചെസ് ബോർഡൊക്കെ വരയ്ക്കുന്ന ഒരു ഫീല്. അങ്ങനെ നമ്മൾ എല്ലാ കള്ളിയും ഈ കളേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പെൻസിൽ കൊണ്ട് വരച്ചതൊക്കെ ഒരു റബ്ബർ വെച്ചിട്ട് മാച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ബ്ലാക്ക് കൊണ്ട് ഇത് ഔട്ട്ലൈൻ ചെയ്യണം. ഔട്ട്ലൈൻ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയുന്നത്. ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കള്ളികളുടെ എണ്ണം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. അപ്പോൾ എക്സസ് ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ളതിൽ ഞാൻ ഡേറ്റ്സ് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാണ് അടുത്ത പണി കിട്ടിയത്. വലിയ കോൺഫിഡൻസിൽ ഒരു കളർ എടുത്തിട്ട് നവംബറിന് എഴുതിയതാണ്. എഴുതി വന്നപ്പോൾ നവംബറിൻ്റെ ഓക്കെ ആയി, ബാക്കിയുള്ളതൊന്നും കറക്റ്റ് ആയില്ല. മൊത്തത്തിൽ കുളമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നപ്പോഴാണ് ആ കളർ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നവംബറിന് ബ്ലാക്ക് കൊണ്ട് എഴുതിയത്. പിന്നെ ഒരു മെമ്മറീസ്ന്നും കൂടെ എഴുതി കൊടുക്കുകയാണ്. ഈ യെല്ലോ വെച്ചിട്ട് നമുക്കിനി സ്റ്റാർസൊക്കെ വരച്ചു കൊടുക്കാം. സ്റ്റാർസ് വരച്ചിട്ട് അതിനൊന്ന് ബ്ലാക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ കലണ്ടർ ഇവിടെ റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഞാൻ ചുമരിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.